ഐഷി ഘോഷിനെതിരായ ദില്ലി പോലീസിന്റെ നീക്കങ്ങൾക്ക് പിന്നാലെ കൂടുതൽ ഇടത് എംപിമാർ AKG ഭവനിൽ. ജോസ് കെ മാണി, പി സന്തോഷ് കുമാർ എന്നിവർ AKG ഭവനിലെത്തി. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ, വീണ്ടും ഒരു പോലീസ് നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഐഷി പക്ഷേ AKG ഭവനിൽ ഇല്ലല്ലോ ഇപ്പോൾ. രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടക്കാൻ പോകുന്നത്. എല്ലാ ഇടത് എംപിമാരും ഇങ്ങോട്ടേക്ക് എത്തി ഇപ്പോൾ പിന്തുണ അറിയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടത് എംപിമാരായിട്ടുള്ള കേരള കോൺഗ്രസ് എംപിന്റെ MP ജോസ് കെ മാണി, ഒപ്പം തന്നെ CPIയുടെ MP പി സന്തോഷ് കുമാർ എന്നിവരാണ് ഇപ്പോൾ AKG ഭവനിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ കൂടുതൽ എംപിമാർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ, ആനി രാജ അടക്കമുള്ളവർ AKG ഭവനിലെത്തുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ ഐഷി ഘോഷ് വാറണ്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടേല ഹൗസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടത് എംപിമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നടപടികളുമായി അത് ഇന്ന് അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഐഷി ഘോഷ് വാറണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടേല ഹൗസ് കോടതിയെ സമീപിച്ചത്. ഇന്ന് അടിയന്തരമായി പരിഗണിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇന്ന് തന്നെ പരിഗണിക്കണമെന്നാണ് ഇന്ന് ഐഷി ഘോഷ് വാറന്റിന് അത് റദ്ദാക്കണമെന്ന് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ജോൺ ബ്രിട്ടാസ് ആണ് അല്പസമയം മുമ്പ് രാജ്യസഭയിലടക്കം ഈ വിഷയം ഉന്നയിച്ചത്. രാജ്യസഭയിൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരുന്നത് സൻസദ് TVയിൽ നിന്ന് രാജ്യസഭ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്ന റിപ്പോർട്ടറോടൊപ്പം ചേരുന്നുണ്ട്. രാജ്യസഭയിൽ ഉന്നയിച്ചു. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ രോഷമുയർത്തി, പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ തന്നെ എഴുന്നേറ്റ് നിന്ന് CPMന്റെ ഓഫീസിൽ നടന്ന അതിക്രമത്തിൽ ശക്തിയായി പ്രതിഷേധം രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞതിനോട് അദ്ദേഹം പൂർണ്ണമായിട്ടും യോജിച്ചു. ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് വിശദീകരണം നൽകണമെന്നും ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നാക്രമണമാണെന്നും എല്ലാ പ്രതിപക്ഷ കക്ഷികളും, അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൃണമൂൽ കോൺഗ്രസ് മുതൽ കോൺഗ്രസ് വരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ഒരു പ്രക്ഷോഭത്തിൽ രാജ്യസഭ നടപടികൾ തടസ്സപ്പെട്ടു. സഭ 2 മണി വരെ നിർത്തിവെക്കാൻ ചെയർമാൻ നിർബന്ധിതനായി. വലിയ രോഷമാണ് സഭയിൽ ഉയർന്നത്. ഇതിപ്പം അവിടെ എഴുന്നേറ്റ് സംസാരിച്ച സഭാ നേതാവ് JP നഡ്ഡ നടപടിയെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അതായത് കോളേജ് ക്യാമ്പസിലൊക്കെ കയറിയിട്ട് പിള്ളേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഭരണ സംവിധാനം എന്ന് പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിയാണ്. ബഹുകക്ഷി സമ്പ്രദായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് ഉള്ള ഒരു സാധുതയുണ്ട്. ആ ഒരു സാങ്ക്ടിറ്റി പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഡൽഹി പോലീസ് ഇങ്ങോട്ട് ഇറച്ചി കയറിയത്. ഇപ്പോൾ ഡൽഹി പോലീസ് കേന്ദ്രസേനകളുടെ സഹായം തേടിയിരിക്കുകയാണ്. കേന്ദ്രസേനയാണ് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അതിനർത്ഥം അവർ ഡൽഹി പോലീസ് വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഐഷി ഘോഷ് ഇപ്പോൾ ഒരു വാറണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പട്ടേല ഹൗസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുകൂടി നിയമവശങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. ഇടത് എംപിമാർ കൂടുതൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നത്. ജോസ് കെ മാണി ഇപ്പോൾ എത്തി, സന്തോഷ് കുമാർ MP ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഇടതുപക്ഷം ഇന്നത്തെ ഇന്ത്യ അലയൻസ് യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉയർത്തിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഞാൻ പറഞ്ഞതിനോട് യോജിച്ചു. ഇക്കാര്യത്തിൽ CPMനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്ന് CPM ഓഫീസിലാണ് കയറുന്നതെങ്കിൽ നാളെ അവർ കോൺഗ്രസ് ഓഫീസിൽ കയറും, മറ്റ് ഓഫീസുകളിൽ കയറും. ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തന്നെ അസ്തമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് മാറുമെന്ന് അവരും പറഞ്ഞു. ഇന്ത്യ അലയൻസിന്റെ യോഗം ഏകകണ്ണേനെ ഇന്നത്തെ ഡൽഹി പോലീസിന്റെ നടപടിയെ അപലപിക്കുകയും ചെയ്തു. അതെ, അപ്പൊ അദ്ദേഹം പരോക്ഷമായിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് കോളേജിൽ വന്നിട്ടോ സ്കൂളിൽ വന്നിട്ടോ ആരോ അറസ്റ്റ് ചെയ്താ പറയുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് ഇറച്ചൊന്നും പോലീസ് കയറിയിട്ടില്ല. അന്നും ദേശീയ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയാണ് ഇന്ന്
ഡൽഹിയിലും ഇന്ത്യയിലും ഉള്ളതെന്ന് അദ്ദേഹം പരോക്ഷമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഉയർത്തിയ ഒരു പ്രധാന വിഷയം എന്നുള്ളത് ഇന്ത്യ ബ്ലോക്ക് സഖ്യം അല്ല ഇന്ത്യ ബ്ലോക്ക് ജോൺ ബിട്ടാസംബിയുടെ പ്രതികരണമാണ്. രാജ്യസഭയിൽ അദ്ദേഹമാണ് ഐശ്വര്യ ഘോഷിന്റെ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ അടക്കം പൂർണ്ണ പിന്തുണ നൽകി അടിയന്തരാവസ്ഥ കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പ്രതിരോധിക്കാൻ ജെ പി നദ്ദ ശ്രമിച്ചത് എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നു ജോൺ ബിട്ടാസ്.